ഡോഹിനെ കാണുവാനായിട്ട് ഇപ്പോൾ സ്യോഹൂണും എത്തിയിരിക്കുകയാണ്. ഗോൺ ഒരു ഡെവിൾ ആയിരുന്നു എന്ന കാര്യവും അവളെ രക്ഷിച്ചു എന്ന കാര്യവും ഇപ്പോഴും സ്യോഹൂണ് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ അവളും എല്ലാ സ്വത്തും എഴുതി കൊടുത്തിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും അവളെ ഇപ്പോഴും ഒരാൾ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടാക്കുക എന്ന സംശയമൊക്കെ ആയിരുന്നു സ്യോഹൂണിനുണ്ടായിരുന്നത്. ആ ഒരാൾക്ക് ചെയർമാൻ പൊസിഷനോ അല്ല എങ്കിൽ പണമോ ഒന്നും ആയിരിക്കുകയില്ല ആവശ്യമായിട്ടുണ്ടാക്കുക. ഞാൻ മരിച്ചു കാണണമെന്ന് മാത്രമായിരിക്കും അവരുടെ ആഗ്രഹം. അതുകൊണ്ടായിരിക്കും എന്റെ അടുത്ത് അവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാക്കുക എന്നൊക്കെ ഡോഹിയും പറയുന്നു. ഇന്ന് സുക്മിൻ എന്നെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഡോഹി പറയുമ്പോഴത്തേക്കും എന്താണ് സുക്മിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഞാനൊന്ന് അവനെ പോയി കണ്ടാലോ എന്നൊക്കെ സ്യോഹൂണും ചോദിക്കുകയാണ്. എന്നെ കണ്ടാൽ ഒരു പാവമായിട്ടൊക്കെ തോന്നുമല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടെത്തുവാനായിട്ട് പറ്റുമോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ അവനും പറയുകയാണ്. അങ്ങനെ സുക്മിന്റെ വീട്ടിലെത്തി സുഖുൺ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡോഗിങ്ങിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഡോഗിങ്ങും ഒരു ബിസിനസ് ട്രിപ്പിനൊക്കെ പോയതാണെന്നായിരുന്നു സുക്മിന്റെ മറുപടി. നമുക്ക് രണ്ടുപേർക്കും ഇനി ഒന്നിച്ച് നിന്നാലോ എന്നൊക്കെ സുഖുൺ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഡോഹിനെ ചെന്ന് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളാകട്ടെ എന്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യത്തിലേക്കാണ് ഉള്ളത്. ഇപ്പോഴുള്ള അവളുടെ ആ ഒരു ദേഷ്യമൊക്കെ മാറ്റിക്കെ ആയിരുന്നെങ്കിൽ പഴയതുപോലെ ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാമായിരുന്നു എന്നൊക്കെ സുക്മിനും പറയുന്നുണ്ട്. ഹോൺ ഒരു റൂമൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് അവൻ എന്തോ കാണുന്നുണ്ട്. അപ്പോഴേക്കും സുക്മിനും അവനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. വീടിന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ സ്യോഹൂണും ഡോഹിനെ വിളിച്ചതിന് ശേഷം ഇവിടെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, ഡോഗിങ് എവിടെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ സുക്മിനോട് ചോദിച്ചപ്പോഴത്തേക്കും അവനൊരു ബിസിനസ് ട്രിപ്പിന് പോയെന്നൊക്കെ ആയിരുന്നു സുക്മിൻ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. അകത്തുണ്ടായിരുന്ന റൂമിൽ പച്ച നിറത്തിൽ ഉണ്ടായിരുന്ന ഡീമൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ബുക്കും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സ്യുഹൂൺ പറയുന്നു. പക്ഷെ സ്യുഹൂൺ ഇങ്ങനെ കോളൊക്കെ ചെയ്ത് പോകുന്നത് സുക്മിനും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഡോഗിങ്ങിനെ കാണിക്കുമ്പോഴത്തേക്കും ഡോഗിങ്ങും ആകെ ബഹളം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവൻ ഡോഗിനെ വണ്ടിക്ക് ഇടിപ്പിച്ച് കയറ്റിയതിനു ശേഷം വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീടായിരുന്നു ആ ഒരു പൊട്ടിത്തെറിയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ അവന് ചെറിയ പരുക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഡോഹി ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ പരാജയപ്പെട്ടു പോയിരിക്കുകയാണെന്നൊക്കെ സുഗ്മിനും അവനോട് പറയുന്നു. മാത്രമല്ല ഇപ്പോൾ തന്നെ നീ ഒരുപാട് കൊലപാതകമൊക്കെ ചെയ്തിരിക്കുകയാണ്, നീ കീഴടങ്ങണം, കീഴടങ്ങുകയാണെങ്കിൽ നിന്റെ ശിക്ഷയിലും ഇളവ് കിട്ടുമെന്നൊക്കെ സുഗ്മിനും അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ മകൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ അവനും പറയുന്നുണ്ട്. ഗോവണും ഡോഹിയും കൂടി ചേർന്നിട്ട് ആ ബുക്കൊക്കെ അന്വേഷിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ സുഗ്മിന്റെ വൈഫും എന്തോ ഒരു ശബ്ദമൊക്കെ കേട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഗോണും ഡോഹിയും മറ്റൊരിടത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കയറിയിട്ടുള്ള റൂമിലൊക്കെ ഗോൺ നോക്കുമ്പോഴത്തേക്കും നേരത്തെ ആ ഒരു കില്ലറിന്റെ ഫോണൊക്കെ അവിടെ ഇരിക്കുന്നതും കാണുകയാണ്. എന്നാൽ നമുക്ക് എത്രയും വേഗം ഡോഗിങ്ങിനെ കണ്ടെത്താമെന്നൊക്കെ ഡോഹിയും അവനോട് പറയുന്നു. ആ കില്ലറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൊക്കെ ആയിരുന്നു പോലീസ് ടീം ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും അവിടേക്ക് ഡോഗിങ് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഫിനാൻസ് ടീമിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അയാളുടെ പേരും പിന്നെ ആ ഒരു കില്ലറിന്റെ പേരും പിന്നെ മുത്തശ്ശിയുടെ പേരും പറഞ്ഞിട്ട് ഇവരെ 3 പേരെയും കൊന്നത് ഞാനായിരുന്നു എന്നൊക്കെ ഡോഗിങ്ങും കുറ്റസമ്മതമൊക്കെ നടത്തുകയാണ്. ഡോഗിങ്ങുള്ള സ്ഥലമൊക്കെ കണ്ടെത്തി അവർ പോകുമ്പോഴത്തേക്കും അവരാകട്ടെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ചെന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന റൂമിലേക്കും അവർ എത്തുന്നു. നീ ആയിരുന്നോ മാഡജുവിനെ കൊല്ലുവാനായിട്ടും എന്നെ കൊല്ലുവാനായിട്ടും ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് അവളും ഡോഗിങ്ങിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇനി അവളും കൂണും അവിടെ നിൽക്കുന്നത് ഇവന് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ, മറ്റാർക്കും കാണുവാൻ കഴിയുകയില്ല. മുത്തശ്ശി ഒരിക്കലും ആ ഒരു കില്ലറിന്റെ കൈകൊണ്ടല്ല മരിച്ചത്. എന്റെ ഉള്ളിലുള്ള ഡെവിള് എന്നോട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പറഞ്ഞു, ഞാൻ അതേ കാര്യങ്ങൾ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് ഇതെല്ലാം തന്നെ ഡെവിൾ ചെയ്യിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോഗിങ് ഇരിക്കുമ്പോഴത്തേക്കും ഡോഹിയും ഡോഗിങ്ങിന്റെ അടുത്ത് ആകെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ആഗ്രഹമൊക്കെ സാധിക്കുവാനായിട്ടുണ്ട്, നമുക്ക് തമ്മിൽ ഒരു ഡീലൊക്കെ വെക്കാം. എനിക്ക് ഈ ലോകത്തിനെ മൊത്തത്തിലായിട്ടൊക്കെ കത്തിക്കണം, ലോകത്തിലുള്ള എല്ലാവരും വെന്തു മരിക്കുന്നത് എനിക്ക് കാണണം, തെറ്റ് ചെയ്യുന്ന ആൾക്കാർ നരകത്തിൽ എന്ത് ശിക്ഷയാണ് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും മെന്റലി അബ്നോർമലായ രീതിയിലേക്കാണ് പെരുമാറുന്നത്. സുഗ്മിൻ കമ്മീഷണറെ കോൾ ചെയ്തതിനു ശേഷം ഡോക്കിങ്ങിനെ അറസ്റ്റ് ചെയ്തതെല്ലാം തന്നെ രഹസ്യമാക്കി വെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല വൈഫിനോട് ആരെങ്കിലും അവനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവനൊരു ബിസിനസ് ട്രിപ്പിന് പോയതാണെന്ന് പറഞ്ഞാൽ മതി എന്നും പറയുന്നു. അവന് സുഖമില്ലാത്തതല്ലേ, അവൻ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ജയിലിൽ കിടക്കുക, നീ എന്നാണ് അവനെ പുറത്തിറക്കുക എന്നൊക്കെ വൈഫ് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഒരുപാട് ആൾക്കാരെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു, നമ്മളൊരു മോൺസ്റ്ററിനെയാണ് ഇത്രയും കാലം വളർത്തിയിട്ടുണ്ടായിരുന്നതെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ ആയിരുന്നു അവൻ പറഞ്ഞും കൊടുക്കുന്നത്. ഡോഗിങ് ഭ്രാന്തുള്ള ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് അവൻ മാഡം ജോനെ കൊന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ അവന് ശിക്ഷ പോലും ലഭിക്കുകയില്ല. വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇനിയും ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നതായിരിക്കുമെന്നൊക്കെ ഡോഹിയും പറയുകയാണ്. അവൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല അതിനുശേഷം അവൻ ഇതെല്ലാം തന്നെ അഭിനയിക്കുന്നതാണെന്ന് തെളിയിക്കുവാൻ കഴിയുമെന്നൊക്കെ സിഹുൺ പറയുമ്പോഴത്തേക്കും അതൊന്നും തന്നെ അവന്റെ അഭിനയമായിരുന്നില്ല, അവന് ശരിക്കും ഭ്രാന്തുള്ളതാണെന്നുള്ള കാര്യമൊക്കെ ഗുവണും തുറന്നു പറയുകയാണ്. പക്ഷെ അവർക്കാർക്കും അതിൽ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല.
സിയോഹോൺ ഗോണിനെയും കൂട്ടിക്കൊണ്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുവാനായിട്ട് പോകുകയാണ്. ഗായങ്ങും ഓഫീസിന്റെ മുമ്പിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് ഡോഹിനെയും കണ്ടുമുട്ടുന്നു. നിനക്ക് ശരിക്കും ഡോഹിയോട് സ്നേഹമുണ്ടോ എന്നൊക്കെ ഗുവോന്റെ അടുത്ത് സിയോഹോൺ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് മനുഷ്യരെ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. പിന്നീട് ഡോഹിയുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡോഹിയോട് ഇഷ്ടം തോന്നി. പിന്നീട് മനുഷ്യരെയും എനിക്ക് ഇഷ്ടം തോന്നി. നിന്നെ ഒഴികെ ബാക്കി എല്ലാ മനുഷ്യരോടും എനിക്ക് ഇഷ്ടമാണ് ഉള്ളത് എന്നൊക്കെ ഗുവോണും പറയുകയാണ്. എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പൊക്കെ ചോദിക്കുവാനായിട്ടായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗായങ്ങ് പറയുമ്പോഴത്തേക്കും ആർക്കും ജീവനൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. പിന്നെ ഗോൺ അവന്റെ പവേഴ്സ് തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കിനി എൻജോയ് ചെയ്യാമെന്നൊക്കെ ഡോഹിയും അവളുടെ അടുത്ത് പറയുകയാണ്. ആ കൊലയാളീനൊക്കെ കണ്ടുകിട്ടിയെന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ സത്യമാണോ എന്നൊക്കെ ഡോഹിയോട് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഡോഹിയും ആ ഒരു പ്രതികാരമൊക്കെ അങ്ങനെ തീർന്നിരിക്കുകയാണ് എന്ന കാര്യം അവളെയും അറിയിക്കുന്നു. നീ എല്ലാ കാര്യങ്ങളും മറക്കണം, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുവോണ്ണോ സമാധാനമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഗായങ്ങ പറയുമ്പോഴത്തേക്കും ഗായങ്ങിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന കാര്യമൊക്കെ ഡോഹിയും മനസ്സിലാക്കുന്നു. ഡോഹി വിവാഹം കഴിച്ചിട്ടുള്ളത് സാധാരണ ഒരു മോശപ്പെട്ട വ്യക്തിനെ ഒന്നുമല്ല, മറിച്ചൊരു ഡെവിളിനെ തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ അവൾ കുറച്ചും കൂടി സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്നൊരു തോന്നലൊക്കെ എന്റെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ടെന്ന് സെഹോൺ പറയുമ്പോഴത്തേക്കും അവൾ സേഫ് ആണെന്നുള്ള ഉറപ്പൊക്കെ നിനക്ക് ഉണ്ടെങ്കിൽ ഇനി ദയവ് ചെയ്ത് ഞങ്ങളുടെ ഇടയിലേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുവൺ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ വരാതിരിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുകയില്ല എന്നാണ് സെഹോണും പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും നീ അവളെ നന്നായി തന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയും ചെയ്യും. എപ്പോഴും നിന്റെ മേലെ എന്റെ ഒരു കണ്ണുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നീ അവളെ മര്യാദയ്ക്ക് നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെഹോണും അവനോട് ദേഷ്യപ്പെടുകയാണ്. പിന്നെ ഇപ്പോഴത്തെ പോലെ നീ എന്നെ റെസ്പെക്ട് ചെയ്യാതൊന്നും ഇരിക്കരുത്. ഫാമിലി ട്രീ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ നിന്റെ ചേട്ടന്റെ സ്ഥാനത്താണെന്നൊക്കെ സിയോഹോൺ പറയുമ്പോഴത്തേക്കും നീ അതിന് ഡോഹയുടെ ശരിക്കുമുള്ള കസിനൊന്നും അല്ലല്ലോ എന്നൊക്കെ ഗോണും ചോദിക്കുകയാണ്. എന്തായാലും അവർ രണ്ടുപേരും ഏകദേശം കൂട്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്റെ ജീവിതം ശരിക്കും ഒരു നരകം പോലെ ആയിരുന്നു. ആ ഒരു ജീവിതത്തിലേക്കായിരുന്നു ഗോൺ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണോ ഒരു അമ്മ അതിന്റെ പക്ഷിക്കുഞ്ഞിനെയൊക്കെ നോക്കുന്നത്, അതുപോലെ ആയിരുന്നു അവൻ എന്നെ നോക്കിയത്. നീ അവന് വേണ്ടി ജീവൻ തന്നെ കളയുമോ എന്നൊരു അസൂയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഗോൺ എനിക്ക് വേണ്ടി പോലും ജീവൻ കളയുവാനായിട്ട് തയ്യാറാണെന്നുള്ള കാര്യമൊക്കെ ഡോഹിയും അവളെ അറിയിക്കുന്നു. നീ അത്രയ്ക്ക് നല്ല വ്യക്തി ആയിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, നീ അങ്ങനെ ആയിപ്പോയി. എന്തായാലും നിന്നോട് ക്ഷമയൊന്നും ചോദിക്കുവാനായിട്ട് ഞാൻ തയ്യാറല്ലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുശുമ്പൊക്കെ ആയിട്ടായിരുന്നു ഗായങ്ങ പോകുന്നത്. സിയഹോണും ഇപ്പോൾ മദ്യപിച്ച് ബോധമില്ലാതെയൊക്കെ ഇരിക്കുകയാണ്. ഗുവോണാണ് അവനെ റൂമിലൊക്കെ കൊണ്ടുപോയി കിടത്തുന്നതും. അങ്ങനെ ഇരിക്കെ നീ ഡോഹിനെ ഉപദ്രവിക്കാൻ വല്ലതും ശ്രമിക്കുകയാണെങ്കിൽ ഞാനും ഒരു പള്ളിയിലച്ചനൊക്കെ ആയിട്ട് വന്നിട്ട് നിന്റെ ഉള്ളിലെ ബാധയൊക്കെ ഒഴിപ്പിച്ചു വിടുന്നതായിരിക്കും എന്നൊക്കെ പറയും. ബോധമില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും എന്റെ ഡോഹി എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നൊക്കെ സിയോഹോൺ പറയുമ്പോഴത്തേക്കും അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് കളയുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ഗുവോണും നിൽക്കുന്നു. നീ മര്യാദയ്ക്ക് നിന്നില്ല എങ്കിൽ നിന്നെ ഞാൻ നരകത്തിലേക്കൊക്കെ പറഞ്ഞയക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് സിയോഹോന്റെ ബോധമൊക്കെ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സിയോഹോന്റെ കയ്യിലുണ്ടായിരുന്ന ഒടിവൊക്കെ ഗുവോണ് ശ്രദ്ധിക്കുന്നത്. ഗുവോൺ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സിയോഹോണിന് എന്റെ അടുത്തല്ല അസൂയുള്ളത്, മറിച്ച് നിന്റെ അടുത്താണെന്ന്. അവര് നിന്നെക്കാളും ഇഷ്ടം എന്നെയാണെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. നീ ഇന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? നിനക്ക് മദ്യത്തിനൊക്കെ മണമുണ്ടല്ലോ. നീ എന്തായാലും വിഷമം കൊണ്ട് ഒരിക്കലും കുടിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ കുടിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വിഷമമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗുവോൺ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ മദ്യപിച്ചിട്ടില്ല, നീ ആയിരിക്കും മദ്യപിച്ചിട്ടുണ്ടാക്കുക എന്നൊക്കെ ഗുവോന്റെ അടുത്ത് ഡോഹിയും പറയുന്നു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് സിഹോൺ എണീക്കുമ്പോഴത്തേക്കും കയ്യിലാകട്ടെ ഇത് നിനക്കുള്ള ഗിഫ്റ്റാണ്, തുറന്ന് നോക്കുവാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്ററില് ഗോൺ എഴുതി വെച്ചിരിക്കുന്നതും സിഹോൺ ശ്രദ്ധിക്കുകയാണ്. അവനും അവന്റെ കയ്യിൽ ഒരു ഒടിവും ഇല്ലാതിരിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനും ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു. ഗോണും അന്ന് ഉറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ ഓർമ്മകൾ നിന്നെ അലട്ടുന്നത് കൊണ്ടായിരിക്കാം നീ ആ ഓർമ്മകളെ എല്ലാം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാക്കുക എന്നൊക്കെ ഗോവോന്റെ അടുത്ത് ഗോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അങ്ങനെ അവനും ബോൾസിം എന്ന ആ ഒരു പെൺകുട്ടിയുടെ മുഖം കാണുന്നു. അത് ശരിക്കും ഡോഹയുടെ അതേ മുഖം തന്നെ ആയിരുന്നു. പിന്നീട് ഒടുവിലായിട്ട് അവളെ അവൻ കൊല്ലുന്നതായിട്ടും അവൻ സ്വപ്നം കണ്ട് എണീക്കുകയാണ്. ഇപ്പോൾ ഗോൺ ഡോഹയുടെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം തന്നെ അവനും നേരത്തെ ആ പെൺകുട്ടീനെ കൊന്നിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചാണ് ഓർക്കുന്നത്. ഞാനാണ് നിന്നെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗോണും ഡോഹിനെ നോക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.